പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കുക്കർ, പ്രഷർ കുക്കർ. ഈ പ്രഷർ കുക്കർ, പഴകിയ പ്രഷർ കുക്കർ കൊണ്ട് ഉണ്ടായ ഒരു അപകടം ഈ അടുത്തിടെ പല സമയത്തായിട്ട് വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനിയും ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇത് അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ട്. മുംബൈയിലെ ഒരു ആശുപത്രിയിൽ ഒരു 50 വയസ്സുകാരൻ പ്രവേശിക്കപ്പെട്ടു. കടുത്ത ലെഡ് വിഷബാധ മൂലമാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത്. മറവി, ക്ഷീണം, കടുത്ത വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് പിന്നിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ചത് മൂലം ഉണ്ടായ ലെഡ് വിഷബാധ ആണെന്ന് കണ്ടു. ലെഡ് ടോക്സിസിറ്റി അഥവാ ലെഡ് പോയിസണിങ് ശരീരത്തിൽ ലെഡ് അടിഞ്ഞു കൂടുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തലച്ചോറ്, വൃക്കകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുൾപ്പെടെ വിവിധ അവയവങ്ങളെ ലെഡ് വിഷബാധ ബാധിക്കും. ലെഡ് വിഷബാധ ഇയാൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇയാളുടെ ഭാര്യ കഴിഞ്ഞ 20 വർഷമായി ഒരേ പ്രഷർ കുക്കറിൽ ആയിരുന്നു പാചകം ചെയ്തിരുന്നത്. 20 കൂടുതൽ 30 വർഷവും 40 വർഷവും ഒക്കെ ഒരേ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും. ആലോചിക്കാൻ പറ്റുന്നില്ല അത്തരക്കാരുടെ അവസ്ഥ. പഴയതും കേടുപാടുകൾ പറ്റിയതുമായ അലുമിനിയം കുക്കറുകൾ അമ്ല ഗുണമുള്ള ആസിഡുമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാലും ബാക്കി ഞാൻ വായിക്കുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ഇനിയും വായിക്കണ്ടല്ലോ. പഴയ പാത്രങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. അതിൽ നിന്നുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇളകി നമ്മുടെ വയറ്റിലേക്ക് ചെല്ലും. കാര്യം അത്രയും ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പഴകിയ പാത്രത്തിൽ ആഹാരം പാചകം ചെയ്യാതിരിക്കുക, അവയൊക്കെ ഉപേക്ഷിക്കുക. ഓക്കേ.